എന്ത് മനോഹരമായ ഒരു കാഴ്ചകൾ. നമ്മൾ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് ഒരു പള്ളിയായിരുന്നു. ആ പള്ളി കാണണം, പള്ളിൻ്റെ അകത്ത് കയറണം. അതിൻ്റെ പുറവശത്തുള്ള തിരക്കുകളും തിക്കുകളും വാഹനങ്ങളും പിന്നെ കുറേ ഹോൾസെയിൽ കടകളും എല്ലാമുണ്ട് അടങ്ങിയ സ്ഥലം. ഇതൊരു പള്ളീൻ്റെ അകത്ത് മേൽവശത്തുനിന്ന് നോക്കാൻ വേണ്ടി ഒരു വളഞ്ഞ സ്റ്റെപ്പാണ്. കുറേ ഉണ്ട്, വളഞ്ഞ് 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 കയറി 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 അവിടെ മേലെ എത്തി വളഞ്ഞ് 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 കയറണം. അങ്ങനെ കയറിയിട്ട് വയസ്സന്മാർ വരെ കയറാനുണ്ട്. അപ്പോൾ കയറി അങ്ങനെ പള്ളിൻ്റെ മുൻവശം കണ്ടു. എന്തൊരു ഭംഗി! അതിൻ്റെ മേലെ നിന്നിട്ട് നോക്കുമ്പോഴുള്ള ആ വ്യൂ ഉണ്ടല്ലോ, ഇത്രയും മനോഹരമായ വ്യൂ ആണ്. കാണണം. ആ ഗേറ്റ്, ഡോറ്, എത്ര തിക്കും തിരക്കുകളും നോക്കൂ ആൾക്കാരവിടെ പള്ളിൻ്റെ പുറത്ത്. അത്രയും ഫുള്ള് ഹോൾസെയിൽ സെയിൽസ് കടകളാണ്. കാണാൻ നല്ല മനോഹരമായ സെയിൽസ്. അതിൻ്റെ ഒരു മിനാരത്തിൻ്റെ ഒരു ഷേപ്പാണിത് പള്ളിൻ്റെ ചുമര്. അതിൽ കുറേ പക്ഷികളും ഇങ്ങനെ വന്നിരിക്കുന്നു, കളിക്കുന്നു, പാറുന്നു. മുഴുവൻ ആൾക്കാരും വന്ന് ഇവിടെ നിന്നിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ഏരിയയാണിത് കേട്ടോ. പള്ളിൻ്റെ മേലെയാണ് നമ്മളുള്ളത്, പള്ളിൻ്റെ താഴ്ഭാഗമാണിത്. അതിൻ്റെ ഒരു പള്ളിൻ്റെ ഒരു ചുമരാണിത്. കാണാൻ എന്ത് ഭംഗിയല്ലേ. നമ്മൾ എന്നിട്ട് അതിന് അതേമാതിരി തന്നെ റിട്ടേണും നമ്മളെ സ്റ്റെപ്പ് വളഞ്ഞിറങ്ങണം. തിങ്ങി തിരക്കിൻ്റെ ഇടയിലാണ് ഈ ഇറങ്ങുന്നത്. ഒരു പ്രയാസമാണ് അത് ഇറങ്ങാൻ. ഓരോ ചുമരിൽ കൈ വെച്ച് പിടിച്ച് വേണം അതിറങ്ങാൻ. ഏറ്റില്ലെങ്കിൽ ഡേഞ്ചറാണ്. പിടിക്കാതെ നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ ധൈര്യത്താൻ പോലെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ വീണങ്ങ് ഉരുണ്ട് കെട്ടി അങ്ങ് പോകും, പിന്നെ പരിക്ക് പറ്റും. അതുകൊണ്ട് സാവധാനം പിടിച്ച് ഇറങ്ങണം. ഇത്രയും മനോഹരമായൊരു കാഴ്ചയാണ് ഈ സ്റ്റെപ്പ്. എനിക്ക് തന്നെ കണ്ടിട്ട് തന്നെ അതിശയം തല കറങ്ങുന്ന പോലെ തോന്നിപ്പോയി പെട്ടെന്ന്. ഇത്രയും മനോഹരമായ സ്റ്റെപ്പല്ലേ. ഈ തിരക്കിൻ്റെ അടിയിൽ ഇത്രയും ആൾക്കാർ അതിൻ്റെ അകത്ത് കയറുന്നു. 5 മണി വരെ ടൈമില്ലു. 5 മണി ആയതുകൊണ്ട് എല്ലാവരും സെക്യൂരിറ്റിമാർ വിളിക്കുന്നു. പെട്ടെന്ന് കയറ്റി വിടുന്നു. എങ്ങനെ പോകുന്നു ഈ തിരക്കിൻ്റെ അടിയിൽ? അതിമനോഹരമാണ്. ഇത് ഇറങ്ങാൻ പറ്റ പ്രയാസവും ഇറങ്ങിപ്പെട്ട പ്രയാസവും അതിൻ്റെ പുറത്തുള്ള തിരക്കും കാണുമ്പോഴുള്ള അധോരായ ഭംഗിയുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അത് കാണണം. ഇത്ര നല്ല മനോഹരം ഉണ്ടോ ഈ പള്ളി കണ്ടതാ. പള്ളിൻ്റെ രാത്രികളിലുള്ള ലൈറ്റുകളും ആൾക്കാർ നിസ്കരിക്കാൻ വരുന്നതും പിന്നെ കുറേ തിക്കും തിരക്കും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. സൈനികർ വരിച്ചൊരു കോട്ടയാണെന്നാണ് അറിവിഞ്ഞ് കിട്ടിയത്. ഇവരുടെ സെക്യൂരിറ്റിമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ വാക്കുകളാണ്. കുറേ സൈനികർ, കുറേ അനുനായികൾ, കുറേ ഓരോ ആൾക്കാരും സ്ഥിതി ചെയ്തതും അവർ ഷൂട്ട് ചെയ്തതും അവർ നടത്തിയതുമായ ഒരു സ്ഥലമാണെന്നാണ് കിട്ടിയിട്ടുള്ളത്. അത്രയും ഒരു എന്താ പറയണ്ടേ, ശരിക്കൊരു കോട്ട തന്നെ. നമ്മളെ കണ്ണൂരിനെയും കാട്ടി കുറച്ചും കൂടി ഭംഗി കൂടിയൊരു കോട്ട. കണ്ണൂർ അത്രയുണ്ട്, എന്നാലും കണ്ണൂരിനെ കാട്ടി കുറച്ചും കൂടി ഉയരം കൂടിയതും ഭംഗിയും കാണാനും നല്ലൊരു കാഴ്ച തന്നെ ഈ കോട്ടൻ്റെ അകത്ത് കയറണം, കാണണം. എന്ത് രസമെന്നോ. എത്രയാ ജനങ്ങൾ ഇതിൻ്റെ അകത്ത്. ഏറെ പോയാലും ജനക്കൂട്ടം ഏത് രാജ്യത്തായാലും ഉണ്ട്. ജനക്കൂട്ടമുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട് ഇവർ. ഫാമിലീസ് ഉണ്ട്, പിന്നെ മൊത്തത്തിൽ എല്ലാവരും ഉണ്ട്. കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ. അങ്ങനെ കണ്ടിങ്ങനെ നടന്നപ്പോൾ ഒരു വേറെ രസമായിരുന്നു. ആ ഗേറ്റും ആ എൻട്രൻസും ഒക്കെ കാണുമ്പോൾ വേറെ തന്നെ ലെവലാണ്. ഇങ്ങനെ നടന്ന് നമ്മൾ ഓരോ സെക്ഷൻ കണ്ടിങ്ങനെ പോവുകയാണ്. ഒരു ടീം വന്നു, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണോ ചോദിച്ചു. പക്ഷെ ഭയങ്കര പൈസ കാരണം നമ്മുടെ അടുത്തില്ല. അങ്ങനെ എല്ലാം ഇങ്ങനെ ഓരോന്നിങ്ങനെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം ഇങ്ങനെ കണ്ടു പോകുന്നതിൻ്റെ ഇടയിൽ നമ്മളൊരു സ്ഥലത്ത് കയറി. അത്രയും മനോഹരമായ ഒരു 150 പടി ഉണ്ടാവും സ്റ്റെപ്പ്.